ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്, എണ്ണൻ്റെ ആ ഒരു ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലൊക്കെ ഇതേപോലെ എണ്ണൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബോട്ടിലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നോർമലായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ടോ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒരു കോട്ടൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ പെയിൻറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോട്ടിൽ നോക്കി സെലക്ട് ചെയ്തത്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടും ഒരു കോട്ട് അടിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. എന്നിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം ഒരു കോട്ടും കൂടി ഒന്ന് അടിക്കുക. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടുക. 3 കോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻറ്റ് കുറവായതുകൊണ്ട് ഞാൻ 2 കോട്ട് അടിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഈ ബോട്ടിൽ ഞാൻ 2 കോട്ടൊക്കെ അടിച്ചിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാനപ്പോൾ ട്രീ ആണ് വരയ്ക്കുന്നത്. ട്രീ ആകുമ്പോൾ ഭയങ്കര എളുപ്പമാണല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ട്രീ ചൂസ് ചെയ്തത്. അപ്പോൾ ട്രീ ആകുമ്പോൾ വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഡിസൈൻസും ഒരു സൈസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ബ്രാഞ്ചസ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രീ വരച്ചെടുക്കാൻ പറ്റും. അതിനങ്ങനെ പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയണമെന്നും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്താൽ മതി. നിങ്ങളിങ്ങനെ ബോട്ടിൽ വരയ്ക്കുന്നൊക്കെ സമയത്ത് കഴിയുന്നതും ഏറ്റവും പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. കാരണം എൻ്റെ കയ്യിലുള്ള പോയിൻറ്റഡ് ബ്രഷൊക്കെ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ചൊരു വീതിയുള്ളൊരു ബ്രഷാണുള്ളത്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ ആ ഒരു വീതി കൂടുമ്പം അതിനനുസരിച്ച് നമുക്ക് ആ ഒരു തിന്നായിട്ടുള്ള ബ്രാഞ്ചസ് ഒന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും പോയിൻറ്റിലായിട്ടുള്ള ബ്രഷ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഏകദേശം ഒരു ട്രീ ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മതി. ഞാനപ്പോൾ കുറച്ചും കൂടെ ഒന്നൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രീൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഫെൻസ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് അത്ര ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ബ്രഷ് ഭയങ്കര വീതി ആയതുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന ഭാഗമൊക്കെ വീതി കൂടുക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് താഴെയും കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് താഴെയൊക്കെ വീതി കൂടിപ്പോയി ആ ഒരു ഫെൻസിൻ്റെത്. അപ്പോൾ നിങ്ങൾ ആ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു തിന്നായിട്ടുള്ള രീതിയിലൊന്ന് വരച്ചെടുത്താൽ മതി. ഞാൻ കുറച്ചും കൂടെ ഒരു വീതിയുള്ള ഒരു ബോട്ടിലായിരുന്നു സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫെൻസും അതേപോലെ ട്രീയൊക്കെ ഒന്ന് വീതി കൂടിയാലും വലിയൊരു വൃത്തികേടായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ ഒന്നാമത്തേത് സെലക്ട് ചെയ്ത് ഭയങ്കര ചെറിയൊരു ടൈപ്പ് ബോട്ടിലായതുകൊണ്ടാണ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തത് ആ ഒരു വരച്ചിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു 2 സൈഡിലായിട്ട് കുറച്ച് വീതി കൂടിപ്പോയെങ്കിലും ഒന്ന് ഫെൻസ് ഒന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാരലായിട്ട് 2 ചെറിയൊരു ലൈനും കൂടെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോഴാണല്ലോ ആ ഒരു കറക്റ്റ് ഫെൻസിൻ്റെ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞാനൊരു 2 ലൈന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ മേലുള്ള ഒരു ക്യാപ്പിന് ഞാൻ ബ്ലാക്ക് കളർ തന്നെ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം വല്ല ജൂട്ടോ അങ്ങനെ വൂളൻ ത്രെഡ്സോ എന്തെങ്കിലും ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ആ ഒരു ട്രീയും അതുപോലെ ഫെൻസൊക്കെ വരച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഇനി ആ ഒരു ഗാർഡൻ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ബോട്ടിലിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ മേലോട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാസിൻ്റെ ആ ഒരു ഫീലിംഗ് വരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാസിനെ പോലത്തെ ഒരു ഡിസൈനോ അല്ലെങ്കിൽ ചെറിയ ചെടികളൊക്കെ പോലെയൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മളുടെ ആ ഒരു ട്രീ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ട്രീയിൽ ഇങ്ങനെ ഫ്ലവേഴ്സും അതുപോലെ ലീവ്സൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഞാൻ വാട്ടർമെലൺ സീഡ്സ് ഇവിടെ കുറച്ച് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡ് കളർ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പൂ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഫെവിക്കോൾ ആകുമ്പോഴും പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 5 പെറ്റൽ എന്നുള്ള ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ഡിസൈൻ്റെ സ്പേസിനനുസരിച്ച് നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്താൽ മതി. വാട്ടർമെലൺ സീഡ്സ് കളർ ചെയ്യാൻ ഞാൻ കാണിക്കാനും മറന്നുപോയതാണ്. അപ്പോൾ ഒരു ബൗളിൽ നമ്മൾ വാട്ടർമെലൺ സീഡ്സ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് പെയിൻറ്റ് ഒഴിച്ചിട്ട് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒന്ന് പെയിൻ്റ് ആവുമല്ലോ. എന്നിട്ട് അതൊന്ന് ഒരു പേപ്പറിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചാൽ മതി.
അല്ലാതെ നമുക്ക് ബോട്ടിൽ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ വാട്ടർമെലിൻ്റെ സീഡ്സ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റിൻ്റെ ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വൈറ്റ് ബോട്ടിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ കളർ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഒന്നൊരു ഈസി. പിന്നെ എങ്ങനെ കളർ ചെയ്താലും ആ ഒരു സീഡ്സ് ഫുള്ളായിട്ട് നല്ല റെഡ് കളറിൽ കിട്ടില്ല. ആ ഒരു സീഡിൻ്റെ ഒരു ബ്ലാക്ക് കളറില്ലേ, ബ്ലാക്കും ഗോൾഡും കൂടെ മിക്സ് ചെയ്തിട്ടില്ലേ, ആ ഒരു കളറും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് കിട്ടുക. അപ്പം ഞാൻ ഫ്ലവേഴ്സായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീഡ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് സീഡ്സ് ഇതേപോലെ ഗ്രീൻ കളറും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ലീഫിന് പകരം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ലീഫായിട്ട് ഞാൻ ഒരുപാടൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ ആ ഒരു ഫ്ലവേഴ്സ് ഒട്ടിച്ചപ്പോൾ തന്നെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലീഫ് ഒട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ കാണുന്ന അവിടെ പ്ലെയിൻ ആയിട്ടും പിന്നെ സൈഡിലൊക്കെ ആയിട്ടാണല്ലോ ഫ്ലവേഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വൃത്തിയോടെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലീഫ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരുപാട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ നിറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീതിയുള്ള ഒരു ബോട്ടിലായിരുന്നു സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഒരുപാട് ലീവ്സൊക്കെ ഒന്ന് സൈഡായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളുടെ ആ ഒരു വാട്ടർമെലിൻ്റെ സീഡ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സീഡ്സും അതുപോലെ ബോട്ടിലൊക്കെ നമുക്ക് റീയൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ ഒരു പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പെയിൻറ്റ് ചെയ്തിട്ട് എനിക്ക് അത്ര ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതങ്ങ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പം എല്ലാവരും ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം. അതുപോലെ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് അയച്ചു തരണം കേട്ടോ. ഇത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വാട്ടർമെലൻ്റെ സീഡ്സും അതുപോലെ കുരുമുളകിൻ്റെ തണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. മലപ്പുറത്തുള്ള മുർഷിദ അയച്ചെന്നതാണ്. തെങ്ങിൻ്റെ ആ ഒരു പൊരിക്കയും അതുപോലെ മച്ചിങ്ങൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്ലവർ ട്രൈ ചെയ്തതാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാഗർകോവിലുള്ള വെനൂജ അയച്ചു എന്നതാണ്. മത്തൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ചെയ്തത്. അതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും ഇൻസ്റ്റാഗ്രാമിലേക്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.